ഹായ് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഫ്രീ ഫയറിൻ്റെ പുതിയൊരു ഗെയിം പ്ലേ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഒരു ചേഞ്ച് എന്ന രീതിയിൽ ഇന്നിപ്പോൾ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഇതിനോ വാഫോ ഒന്നിപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. ഇന്നിപ്പോൾ എന്തായാലും നമ്മളൊന്ന് ഒറ്റയ്ക്ക് ഒന്ന് കളിച്ച് നോക്കുകയാണ്. കുറച്ചാളായിട്ട് ഇപ്പോൾ ഒന്ന് ടച്ചൊക്കെ വിട്ടിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വീണ്ടും നമ്മളൊന്ന് കൈ ഒന്ന് അനക്കാമെന്ന് വെച്ചിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് എന്ത് നടക്കുമെന്ന് അറിയില്ല. നമുക്കൊരു ടീം സ്പിരിറ്റ് ഉണ്ടെങ്കിലാണ് അത് കളിക്ക് ഉഷാറാവുള്ളൂ. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും നമുക്ക് ഉള്ള ഗൺ സെലക്ഷനൊക്കെ കാരണം ചെയ്തിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ എനിമീസിനെ അടിച്ചിടാൻ വേണ്ടി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റത്തെ കളി എന്തായാലും സ്റ്റാർട്ടായി. നമുക്ക് എന്തായാലും നേരത്തുള്ള പോലെ തന്നെ ക്ലാഷ് കോഡ് ആയതുകൊണ്ട് നമുക്ക് 4 പേരാണ് കില്ല് ചെയ്യുന്നത്. അപ്പോൾ ഒരുത്തന്മാരവിടെ നിൽക്കുന്നുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ. അവരുടെ മൂവ്മെൻറ്റ് നമ്മൾ അനലൈസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ 2-3 സൈഡിലൊക്കെ ഓടുന്നുണ്ട്. അപ്പോൾ നമ്മളിനി നോക്കിക്കണ്ട. നമുക്ക് മെല്ലെ കയറി ചെന്ന് അവർ അടിച്ചിടാനുള്ള പ്ലാനിങ്ങിലോട്ട് നമ്മൾ മെല്ലെ പോയാൽ പോട്ടെ കാണുന്നില്ലല്ലോ. അവിടെ അടി നടക്കുന്നുണ്ട്. അപ്പോൾ അവർ സപ്പോർട്ട് ചെയ്താൽ മേലെ നിർത്തി താഴെ നിർത്തി കൊടുക്കും. മാക്സിമം അടിച്ചിടാൻ അവിടെ ഇടാം. യെസ്, അപ്പോൾ ഒരുത്തിന് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ കില്ല് നമ്മൾ ഉറപ്പാക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നുള്ളൂ. കാരണം സേവ് ആയി കഴിഞ്ഞ് പണിയിട്ട് അവൻ സൈഡിൽ നിന്ന് അടിയിൽ നിന്ന് നമുക്ക് അടിച്ചിട്ട് അപ്പോൾ അവനെ അടിച്ചിട്ട് അവനടിച്ചിട്ട് ഇപ്പോൾ അവൻ്റെ കില്ല് നമ്മൾ ഉറപ്പാക്കിയിട്ട് അല്ലെങ്കിൽ പണിയാണ്. അപ്പോൾ അവൻ്റെ കില്ല് നമുക്ക് ഉറപ്പാക്കിയിട്ട് ഇനി വേറെ ആരാളുള്ളതോ എടാ മോൻ അല്ല പിന്നെ അപ്പം എന്തായാലും അവനും അടിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ കില്ല് തീരുമാനമാകില്ല. അല്ലെങ്കിൽ നമുക്ക് തന്നെ ചിലപ്പോൾ അവൻ തിരിച്ചു വന്ന പണിയായിരിക്കും. ഇനി ഒരുത്തിനും കൂടി ഉള്ളൂ. നമ്മുടെ ലൈഫ് കുറവാണ്. ഞാനും വേറെ ആരും ഇല്ലല്ലോ ഗൈസ്. നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ പടവെട്ടാൻ. നമുക്കെന്താ ലൈഫ് കയറ്റാൻ നമ്മുടെ എനിമി എവിടെയാണ് നമുക്ക് നോക്കാം. നമ്മുടെ ചെക്കനവിടെ ലൈഫ് പോയി കിടക്കുന്നുണ്ട്. പക്ഷേ അവനങ്ങനെ ജസ്റ്റ് മിസ്. ഞാൻ എന്തായാലും രക്ഷിക്കട്ടെ. ഡയറക്റ്റ് ചിലപ്പോൾ അങ്ങോട്ട് കയറി ചെന്നാലേ സോണും വരുന്നത് ചിലപ്പോൾ രക്ഷിക്കാനും പറ്റാണ്ടാവും. എന്നാലും നമുക്കെന്താ ഓൾമോസ്റ്റ് ടോപ്പ് സ്കോർ എന്ന രീതിയിലാണ്. തീ കത്തണുണ്ടല്ലേ എടാ മോനെ. സീൻ എന്നെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അത് വേറെ കഥ. എന്തെങ്കിലും ഉള്ള കണ്ണ് വെച്ച് നമുക്ക് എന്തെങ്കിലും അടിച്ചിടാൻ പറ്റി. എന്തായാലും P20 ഒക്കെ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇനിയുള്ള കളികൾ എന്താകുമെന്ന് കണ്ടു തന്നെ അറിയാം. അപ്പോൾ എന്തായാലും കളി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കീപ് സപ്പോർട്ട് ചെയ്യാം. നമുക്കൊരു ഇൻസ്റ്റാഗ്രാം ഹാൻഡിലും ഉണ്ട്. അപ്പോൾ അതിലും ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും വീണ്ടും നമുക്ക് കളി സ്റ്റാർട്ടറായിട്ട് നമുക്ക് എന്തായാലും സാധാരണ കോമൺ ആയിട്ട് ഈ വഴി പോകുന്ന പോലെ തന്നെ നോക്കി നിന്നിട്ട് നമുക്ക് മെല്ലെ പോകാം. പക്ഷേ ഇതിന് വെച്ച് ഞാൻ സ്നൈപ്പർ ചെയ്ത് മേലേക്ക് കയറിയിട്ടാണ് ഈ തെണ്ടികൾ കളിക്കുക. അപ്പോൾ അതാണ് നമുക്കൊരു പണി വരിക. പക്ഷെ എന്തായാലും നമുക്ക് പറഞ്ഞില്ല, നമുക്ക് നല്ല അടി കിട്ടി. നമുക്ക് എന്തായാലും സെറ്റായിട്ട് നമ്മുടെ തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട്. മേലേന്ന് സൈഡിൽ നിന്നൊക്കെ നമുക്കൊന്ന് വാച്ച് ഔട്ട് ചെയ്തിട്ട് വേണം പോകാൻ. ഒരുത്തണ്ട് കയറുന്നുണ്ട്. നമുക്ക് എന്തായാലും ലൈഫ് കയറ്റിയിട്ട് അവരടിച്ചിട്ടുള്ള പരിപാടികൾ നമുക്ക് നോക്കാം. മേലെ നിന്നൊക്കെ പൊട്ടുന്നുണ്ട്. നമുക്ക് ഇനി നോക്കി നിന്നിട്ട് കയറില്ല. സൈഡിലൂടെ കയറിയിട്ടെങ്ങാനും പോയിട്ട് അടിച്ചത്. അവിടുത്തെ 3 പവനെന്തിലും അടിച്ചതാണ്. അതുകൊണ്ട് പവനെന്തിലും അടിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ കില്ല് നമ്മൾ ഉറപ്പാക്കിയിട്ട് പോകുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇനി കില്ലിന് വിശ്രമിക്കാൻ പറ്റില്ല. ഇപ്പോൾ കുറേ പ്രാവശ്യം അതിന് പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേറെ ഒരുത്തൻ മേലേന്നോ താഴേന്നോ മേലെ ഉണ്ട് ഹെഡ്. യെസ്, അപ്പോൾ അവനെ നമ്മൾ ഡൗൺ ആക്കിയിട്ടുണ്ട്. ഇനി ഒരുത്തനും കൂടി ഉള്ളു. പക്ഷെ നമുക്ക് ലൈഫ് വരട്ടെ. അപ്പം ഇനി മറ്റവൻ എവിടെയാവും. അപ്പോൾ മറ്റവൻ്റെ കില്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവൻ നമ്മുടെ ബാക്കിൽ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത് കേസ്. ബാക്കിലല്ല, മേലെ എവിടെയോ ഉണ്ട്. അവനെ കാണുന്നുണ്ടോ? ചെക്കൻ ബോംബൊക്കെ എറിയുന്നുണ്ട്. ഒന്നും കാണുന്നില്ല. എനിമി എവിടെയാണ്? മേലെ ഒരുത്തനും കൂടി ഉള്ളു. അവനോട് കില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പരിപാടി തീർന്നു. അവൻ മേലോട്ട് ഓടുന്നുണ്ട്. ഞങ്ങൾക്ക് മേലോട്ട് അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ സ്നൈപ്പർ കാര്യങ്ങൾ വരുന്നില്ല. എന്നാലും നമ്മൾ എന്തായാലും അവനെ അടിച്ചിട്ടുള്ള പരിപാടി നോക്കുന്നുണ്ട്. നമ്മൾ മേലൊരുത്തനുണ്ട്, കൂട്ടുകാരൻ ഇൻ ദ സെൻസ് നമ്മൾ ടീംമേറ്റ്സ് ഉണ്ട്. അപ്പോൾ അവൻ അടിച്ചിടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷെ അവന് കടി കൊള്ളുന്നുണ്ട്. അവനെ ഡൗൺ ചെയ്തു. അപ്പോൾ മറ്റവൻ ഇപ്പോൾ സോൺ കാരണം അടിക്ക് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഓടുന്നുണ്ട്. നമ്മൾ അവനെ എന്തായാലും നിരീക്ഷിക്കുന്നുണ്ട്. കൊടുക്കാൻ പറ്റുന്ന അടിയൊക്കെ കൊടുക്കുന്നുണ്ട്. കേട്ടോ മോനെ, നീ നിലത്ത് കാല് കുത്താൻ ഞാൻ സമ്മതിക്കുമോ? അതുക്കും മേലെ നമ്മൾ നിൽക്കുമ്പോൾ എടാ മോനെ. അപ്പോൾ എന്തായാലും നമ്മളെന്തായാലും രണ്ടാമത്തെ കളിയും നമ്മൾ അതിസാഹസികമായി തന്നെ നമ്മൾ ജയിച്ചിരിക്കുകയാണ് ഗൈസ്. സോ ഹാപ്പി ഫോർ ദാറ്റ്. അപ്പോൾ എന്തായാലും ഇനി മൂന്നാമത്തെ കളിയാണ്. ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു. ഈ പറഞ്ഞല്ലോ നമ്മുടെ ഒപ്പം വാഫോ സോറി അക്ഷരങ്ങളൊക്കെ മാറിപ്പോകുന്നു. വാഫോ ഇതിനൊന്നുമില്ല. സോ അതുകൂടി ഉണ്ടെങ്കിൽ ഒരു ധൈര്യമായാണ്. ഇപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടേതായ ഒരു ഇതിലാണ് കളിക്കുന്നത്. കാരണം ഇവരെ നമുക്കറിയില്ല. നമ്മളിപ്പോൾ നമ്മുടേതായ ഒരു ഇൻഡിവിജ്വൽ ഗെയിമിലാണ് നമ്മൾ കളിക്കുന്നത്. ബാക്കി ടീംമേറ്റ്സും കളിക്കുന്നുണ്ടില്ല എന്നല്ല. സോ നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും കളി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ എനിമീസിൽ നിന്ന് സ്കോപ്പ് ചെയ്ത് അടിക്കാനുള്ള പരിപാടി നമുക്ക് നമ്മുടെ ഇപ്പോൾ വുഡ്പെക്കറും P20 ആണല്ലോ പൊരുത്തം പോകുന്നുണ്ട്. ഒരുത്തന്നെ അടി കൊടുത്തവന്മാരൊന്നും പേടിപ്പിച്ച് നിർത്തണം. എന്നാലാണ് കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഒരുത്തിന് അടി കൊടുത്ത് അവിടെ പേടിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിള്ളേർ അവിടെ ഡയറക്റ്റ് കയറി ഹിറ്റ് ചെയ്യാൻ കയറി ചെന്നുണ്ട്. പിള്ളേരൊക്കെ ഡബിൾ സ്ട്രോങ് ആയിട്ട് ടീമേറ്റ് അടിച്ചിട്ട് തുടങ്ങി ഓരോരുത്തൻ പറ്റും. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് സ്കോപ്പ് ചെയ്ത് അടിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നിൽക്കണം. അല്ലെങ്കിൽ ഡയറക്റ്റ് പോയിട്ട് അടിക്കാൻ വരുന്നു. നമ്മളിവിടെ നോക്കാം. ബാക്കിൽ നിന്ന് അടി വരുന്നില്ലല്ലോ. ബാക്കിൽ നിന്നൊക്കെ അടി വരാൻ
ജാതി സാഹചര്യങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്നത്. നമ്മളെന്തായാലും നോക്കി നിൽക്കുമ്പോഴേക്കും നമ്മുടെ ടീംമേറ്റ്സ് അതോട് ഓടിപ്പോയിട്ട് ഓരോരുത്തന്മാർ കില്ലിയാളെ പരിപാടി നോക്കുന്നുണ്ട്. നമ്മൾ ഇനി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും ഇൻ ദ സെൻസ് നമുക്ക് ആരെയും കില്ല് ചെയ്യാൻ കിട്ടില്ല. അപ്പോൾ അതിന് മേലെ നമുക്ക് ഓടിച്ചെന്ന് ഒന്നെങ്കിൽ ചാവാം അല്ലെങ്കിൽ കില്ല് ചെയ്യാം. അപ്പോൾ മാക്സിമം നമ്മൾ നോക്കുന്നുണ്ട് ആരെങ്കിലും കാണുന്നുണ്ടോന്ന്. ആരെയും കാണുന്നില്ല. നമ്മുടെ ടീംമേറ്റ്സ് എല്ലാത്തിനും വൈപ്പ് ഔട്ട് ചെയ്യാൻ ഇഷ്ടമാണ്. നമുക്ക് ഒരെണ്ണത്തിന് തടയും. ഇതെന്താടെ നിങ്ങൾ സ്നേഹമില്ലാത്ത ഇങ്ങനെയൊക്കെ ഷടാ. അപ്പോൾ ഒരുത്തനെ മാത്രമാണ് ഒരു വെച്ചിട്ടുള്ളൂ, അതിനെയും കിട്ടിയില്ല ഗൈസ്. ഷടാ, വല്ലാത്തൊരു ചതിയായി പോയി. കുഴപ്പമില്ല, നമ്മൾ ടീം ജയിച്ചില്ല. എന്താ മുഹറം അങ്ങനെ എന്തോ ഒരു ഗഡിമോനാണ് ടോപ്പ് സ്കോർ അടിച്ചെന്തെങ്കിലും. ഓക്കെ, ഇറ്റ്സ് ഓൾ അബൌട്ട് ടീം വർക്ക്, റൈറ്റ്? ഓൾമോസ്റ്റ് 3 കളികളും നമ്മൾ തന്നെ ജയിച്ചിരിക്കുകയാണ് ഗൈസ്. ഇറ്റ്സ് സോ ഹാപ്പി. അതായാലും നല്ല സന്തോഷമായി. ഫസ്റ്റത്തെ കളി കുറേ നാളായി ടച്ച് വിട്ടിട്ടേ. ഇനിയിപ്പോൾ വീണ്ടും കളിക്കുമ്പോൾ ജാതി പൊട്ടുമെന്ന് വിചാരിച്ചു കൊടുത്ത് ഇത് കിട്ടിയപ്പോൾ ഹാപ്പിയാണ്. പക്ഷേ ജയിക്കണം. ഇനി ഈ സ്ഥലത്തെന്ന് വെച്ചാൽ നമ്മൾ തോറ്റ് കഴിഞ്ഞാൽ കഴിഞ്ഞ്. എന്തായാലും നമുക്ക് മാക്സിമം അടിച്ചെടുക്കാനുള്ള പരിപാടി നോക്കാം. നമ്മൾ എനിമീസിനെ തപ്പിക്കൊണ്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ സൈഡ് കൂടെ ഡയറക്റ്റ് അവരുടെ നേരെ ആവാണ്ട് ഈ സൈഡിലൂടെ കയറിയിട്ട് അവർ അടിച്ചിടാൻ പറ്റും നോക്കാം. അവിടെ പിള്ളേരുണ്ടെന്ന് മനസ്സിലായി. സൂക്ഷിച്ചു പോയാലേ നമുക്ക് അടി കിട്ടും. മേലെ ഉണ്ട്. മേലെ ആൾക്കാർ കേട്ടോ. മോനെ പണി പാളി. അസല് പണി കിട്ടി. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല. എന്തായാലും എനിമീസ് നമ്മൾ ഷോട്ട് ചെയ്തു. നമ്മളെന്തായാലും ഇവിടെ പെട്ടു. നമ്മളെന്തായാലും കില്ല് ചെയ്തു. ഷാടാ, ഞാൻ പറഞ്ഞില്ലേ ഇതാണ് പ്രശ്നം. നമ്മൾ പിള്ളേരെ കില്ല് ചെയ്ത് നമുക്കിപ്പോൾ ഇത്രയും പോരാ. ഇത് പണിയാവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. നമ്മുടെ പിള്ളേർ ഡീൽ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ടു. നടക്കൂല മോനെ, പണി പാളി. 1-4 സീനാണ്. അപ്പോൾ കളി വീണ്ടും കൂടുതലായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ഇതുകൂടി ജയിച്ച കളി ജയിക്കേണ്ട കളിയാണ്. എനിക്കറിയാം അതിങ്ങനെയൊക്കെ വരും. അവസാനം ഞാൻ അവർ ജയിക്കും. അതാണ് ഇതിൻ്റെ പ്രശ്നം. നമ്മൾ ഇങ്ങനെ മോഹിപ്പിക്കും. എന്നിട്ട് നമ്മളിതൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ അവസാനം എടുത്ത് വല്ലർവ കൊടുക്കണം. ആ പരിപാടിയാണ്. ഷടാ, ഇതായാലും നമുക്ക് നോക്കാം. നമ്മുടെ പിള്ളേരെന്തായാലും ഇനി ഒരുത്തിനും കൂടി ഉണ്ട്. ടീമേറ്റ് എന്തെങ്കിലും കളിക്കട്ടെ. നമുക്ക് എന്താവും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ആരാണ്? സൂരജ് പാലക്കാരനാണോ? അല്ല, എടാ മോനെ പണിപാളി. ഒന്നും ഉണ്ടായില്ല. നമ്മൾ ഡിഫീറ്റഡ് ആയി ഗൈസ്. ഇറ്റ്സ് ഓക്കെ. ഫുൾ ടൈം ജയിച്ചു പോകുമ്പോൾ എന്ത് സുഖമല്ലേ. ഒരു തോൽവിയൊക്കെ വേണ്ടേ. ഇനിയിങ്ങനെയൊക്കെ പറയാം. എന്തായാലും നമുക്ക് ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് എന്തായാലും കളിയിലോട്ട് ശ്രദ്ധിക്കാം. ഇനിയിപ്പോൾ ഒരു കളിയും കൂടി ഉള്ളൂ എന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ജയിച്ചു കഴിഞ്ഞാൽ ഇതേ ഉള്ളൂ. തോറ്റ് കഴിഞ്ഞാൽ വീണ്ടും കളിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ എനിമീസിനായിട്ടുള്ള ഹോണ്ടിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ആരും കാണുന്നില്ല. നമുക്ക് ഏറ്റവും ആ ടോപ്പിലായിരിക്കും ഉണ്ടാവുക. നമുക്ക് ഈ പിള്ളേരുള്ള പോലെ നമുക്ക് ഈ സൈഡിലൂടെ തന്നെ മൂവ് ചെയ്തിട്ട് നമുക്ക് എവിടെ നിന്നെങ്കിലും ഹൈഡ് ചെയ്തിട്ട് അവന്മാർ അടിച്ചിടാൻ പറ്റുമോ നോക്കാം. നമ്മളിൽ ഇപ്പോഴും P20 തന്നെയാണ് ഉള്ളത്. P20 വെച്ചിട്ടുള്ള കളിയെ നമ്മളിപ്പോൾ കളിക്കുന്നുള്ളൂ. ഇത്രയും കൂടി എനിക്ക് തോന്നുന്നത് അവിടെ ആരോ ഉണ്ട്. നമ്മൾ ചെക്കനെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അവനെന്തെങ്കിലും നമ്മൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ കില്ല് നമുക്ക് എത്രയും പെട്ടെന്ന് തീരുമാനമാക്കിയിട്ട് നമ്മുടെ ചെക്കനെ പോയിട്ട് രക്ഷിക്കണം. ടീംമേറ്റ്സ് ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. നമുക്ക് അവർ നമ്മളെ രക്ഷിക്കുകയില്ലേ നമ്മൾ നോക്കണ്ട. നമ്മൾ അവന്മാരെ രക്ഷിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അവനെ രക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ അടുത്ത എനിമീസിനെ തപ്പിയിട്ട് പോവാം. ഒരുത്തനെ മാത്രമേ ഇനി കില്ല് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി ഇനി 3 പേരും സ്റ്റിൽ പെൻഡിങ് ആണ്. നമ്മളിലാണെങ്കിൽ അത്ര ആൾക്കാരും ഇല്ല. അടി കിട്ടുന്നുണ്ട്. സൂം ചെയ്ത് മാക്സിമം അടിച്ചിടാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. ഒന്നും പറ്റിയില്ല. സ്കോപ്പ് ചെയ്തിട്ട് കിട്ടിയില്ല. നമ്മൾ അറ്റ് എ ടൈം ഇവിടെ നിന്ന് നിൽക്കാണ്ട് ഞങ്ങളൊന്ന് മാറി കളിക്കുകയാണ്. ഓരോരുത്തന്മാരെ കിട്ടുമോ എന്നറിയാൻ. ആരെയും കാണുന്നില്ല. നമ്മൾ പിള്ളേരൊക്കെ അടിച്ചിട്ടാണ്. ഇനി ഒരുമിച്ച് മെല്ലെ കയറി ചെന്ന് അടിച്ചാൽ കാര്യം നടക്കുള്ളൂ. ഞാനൊരു വരുന്നുണ്ടെന്നുണ്ട്. പക്ഷേ ആരും വരുന്നതും കാണുന്നില്ല. നമുക്ക് ബാക്കിലൂടെ എങ്ങനെ പോയിട്ട് അടിച്ചിടാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. ഇതിപ്പോൾ 3-1 സ്കോർ ലൈൻ. പക്ഷേ ഇത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3-2 ആൾക്കാരിലിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കേസ് നമുക്ക് ജയിക്കാൻ പറ്റും. പക്ഷേ മാക്സിമം ട്രൈ ചെയ്യുന്നതാണ്. നമുക്ക് എന്തായാലും മിനിമീസ് കൂടെ നിൽക്കുമ്പോൾ മേലെ നിന്ന് ചാടാൻ സാധ്യതയുണ്ട്. ഞാൻ ഒരു 3 പേരില്ല. നമുക്ക് എന്തായാലും ഒരാളെ ബാക്കിയുള്ളൂ. അവിടുത്തെ ഗ്രൗണ്ടിൽ കില്ല് നമ്മൾ തീരുമാനമായിട്ടില്ല. അല്ലെങ്കിൽ പണിയാവും. ചേട്ടാ മോനെ അടുത്തടുത്ത് ജസ്റ്റ് ചേട്ടാ മോനെ നമ്മുടെ കയ്യിൽ നിന്ന് ജസ്റ്റ് മിസ്സിന് ഹെഡ് ഷോട്ട് അടിക്കാൻ നോക്കിയത് കേസ്. അതുകൂടി അടിച്ചിട്ട് കഴിഞ്ഞാൽ പക്ഷേ ഇതും കൂടി ചാൻസ് കിട്ടിയാണ്. ഇറ്റ്സ് ഓക്കെ. എന്തായാലും നമ്മൾ വീണ്ടും 3-2 എന്ന പോയിന്റിലോട്ടെത്തി. വീണ്ടും P20 ഒക്കെ എടുത്തിട്ട് വീണ്ടും നമ്മൾ തയ്യാറാവാണ് കേസ്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഞാൻ പറഞ്ഞല്ലോ ആ ഒരു 3-0 നിൽക്കുന്ന സമയത്ത് ആ ഒരൊറ്റ കളി ജയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ലേ നേരെ. ഇതാണ് പറഞ്ഞ് ചില സമയത്ത് ഈ ചാണം ചവിട്ടി പരിപാടിയാവും കേസ്. ഇതിലോട്ടെ നമുക്ക് എന്തായാലും കളിയിൽ ശ്രദ്ധിക്കുന്നതിൽ കളി സ്റ്റാർട്ടായിട്ടുണ്ട്. 3-2 എന്ന രീതിയിലോട്ടാണ് പോകുന്നത്. ഇനിയൊക്കെ അവർ ജയിച്ചു കഴിഞ്ഞാലത്തെ അവസ്ഥ ആലോചിക്കാനേ വയ്യ. ഇതിലോട്ടെ പട്ടിയെ പോലെ പണിയെടുത്തിട്ട് അവസാനം ഊണില്ലാന്ന് പറഞ്ഞ പോലെയാവും. ഇത് നമുക്ക് നോക്കി നോക്കാം നമ്മുടെ എനിമീസ് എവിടെയാണ് നമുക്ക് അടിച്ചിടാൻ പറ്റുമോ എന്നൊക്കെ നോക്കി നോക്കാം. അവിടേക്ക് നല്ല
ബ്ലൂ ബോൾസും മടി നടക്കുന്നുണ്ട്. നമുക്ക് നേരെ അവിടെ പോകണ്ട, നമുക്ക് ഇവിടെ സൈഡിൽ നിന്ന് എങ്ങാനും നോക്കിയാണ്ട് അടിക്ക് ഇറങ്ങിയിട്ട് അടിച്ചിടാൻ പറ്റും നോക്കി വെക്കും. ലാസ്റ്റ് ആൻഡ് ഫൈനലാവാനാണ് സാധ്യത. ഇതുവരെയും ജയിച്ചു കഴിഞ്ഞാൽ ഒരു 3-3 ഒരു ഒറ്റയടിക്ക് പിടിക്കില്ല, ഒറ്റ കളിയിൽ. അത് ഓർക്കുമ്പോഴേ എനിക്ക് ടെൻഷനാവണം. ഗൈസ് നമുക്ക് അടിച്ചിടാൻ പറ്റുമെന്ന് വിശ്വസിക്കും. നമുക്ക് എന്തെങ്കിലും എനിമീസിനെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കുന്നത്. അവൻ അടിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ബാക്കിൽ നിന്ന് എനിക്ക് അടി വന്നിട്ടുണ്ട്. അവിടെ ഞാൻ ഫോണിട്ട് സേഫാന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അടി കിട്ടി. എടാ മോനെ പണി പാടി, 8ൻ്റെ പണി 3-3 ഇപ്പോൾ വരും. 2-2 നിൽക്കുന്നത്. നമ്മുടെ പിള്ളേരിലോട്ട് എനിക്ക് ചെറിയ വിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് കണ്ടു തന്നെ അറിയാം, ഇവിടെ വന്നിട്ട് അവന്മാർ എന്നെ രക്ഷിക്കാനൊന്നും പോകില്ല എന്ന് എനിക്ക് ഉറപ്പായി. ഓരോരുത്തന്മാർ ഓരോ സ്ഥലത്താണ് ഗൈസ്. അപ്പോൾ സോണും വരുന്നുണ്ട്. നമ്മളെന്തായാലും വെയിറ്റ് ചെയ്യാണ്. പക്ഷെ നമുക്ക് നമ്മളോട് സേവ് ചെയ്യാനും ഞാനും വരാൻ സാധ്യതയില്ല. ഇപ്പോൾ 2-2 എന്ന സ്കോർ ലൈനോട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മിഥുൻ മെസ്സേജ് ചെയ്യുന്നുണ്ട്. മിഥുൻ ഓൺലൈൻ വന്നു ഗൈസ്. നമുക്ക് എന്തായാലും അടുത്ത കളി മിഥുനായിട്ടൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ ചാവാറായി. വി ആർ ഡെഡ്. നൈസ്. ഇനി ഒരു ആളും 1-1. ജയിച്ചു കഴിഞ്ഞാൽ ജയിച്ച് പറ്റും ഗൈസ്, പറ്റും. വെറുതെ വയ്യ. അവൻ്റെ അവിടെ സോണ്ടിലൂടെ പോയിട്ടുള്ള കളി. ചാടി ചത്ത് ആ അവസ്ഥ. എൻ്റെ പൊന്നളിയ സുഖമായിട്ട് ജയിക്കേണ്ട കേസായിരുന്നു. വളരെ ചാൻസേനുണ്ടായിരുന്നു. 3-3 ഒറ്റടിക്ക് 3 തിരിച്ചു വന്നിട്ട് ഇഷ്ടു സമ്മതിക്കണം. നമ്മളിപ്പോൾ 9 കില്ലൊക്കെ എടുത്തിട്ടുണ്ടല്ലേ. നൈസ്. എന്തായാലും ഇറ്റ്സ് എ പ്രിറ്റി ഗുഡ് സ്കോർ. അപ്പോൾ എന്തായാലും നമുക്കിനി വീണ്ടും ഗൺ സെലക്ഷനൊക്കെ വന്നു. നമുക്ക് P20 എടുത്തിട്ടുണ്ട്. ബാക്കിയല്ല കമ്മ്യൂണിറ്റീസും കാര്യങ്ങളും നമ്മൾ ഫില്ലപ്പ് ചെയ്തു, കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി കളി ശ്രദ്ധിച്ചാൽ മതി. അവസാന കളി ടൈറ്റ് മത്സരം 3-3 സീൻ തന്നെ. ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമുക്കെന്തായാലും ഇനി 2 കൽപ്പിച്ചിട്ടുണ്ട്. അവിടെ ചെല്ല അടിച്ച് നോത്ത് വിട്ടുക, അത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാമാരും ഓടുന്നുണ്ട്. എങ്ങോട്ടാ? വെയിറ്റ് ആൻഡ് സീ മാൻ. കളിയുടെ ആട്ടത്തിൽ കാണാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ നമ്മുടെ പിള്ളേരൊക്കെ ആടി തിമിർക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇപ്പോൾ കണ്ട് തന്നെ അറിയാം മറ്റവന്മാരാണോ തിമിർക്കാൻ, നമുക്കാണോ പണി കിട്ടാന്നൊക്കെ. നമ്മളെന്തായാലും ഇനി മെല്ലെ അവന്മാരോട് കാണുകയാണെങ്കിൽ അടിച്ചിടാന്നുള്ള മേലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ പിള്ളേർക്ക് കടി കിട്ടുന്നുണ്ട്. ഒരുത്തൻ മേലെ കയറി പോയാൽ നമുക്ക് എന്തായാലും സപ്പോർട്ട് ചെയ്യാം. നമ്മളിവിടെ നോക്കി നിന്നിട്ട് കാര്യമില്ല. കാരണം ലാസ്റ്റ് ഞാൻ ഫൈനൽ കളിയാണ്. ഇതിക്ക് മേലെ നമുക്ക് ചിലപ്പോഴത്തിന് അടിച്ചിട്ടുണ്ട്. വെറുതെ തൊടേണ്ടി വന്നുള്ളൂ. അവൻ ചത്ത് വീണ്, അത് വേറെ കഥ. അപ്പോൾ എന്തായാലും വേറെ ഒരുത്തൻ മേലെയിൽ നിന്നാണല്ലോ. ഇതിൽ നമുക്ക് ഫുൾ അടിച്ചിടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. 2 പേര് ഇപ്പോഴേ ഡെഡായിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 പേരും കൂടി ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഒരുത്തിന് അവിടെ അടി കിട്ടിയിട്ടുണ്ട്. അവിടെ ഡെഡായിട്ടുണ്ട് ഒരുത്തൻ. ബാക്കി ഇനി പറഞ്ഞ പോലെ 3 പേര് വെച്ചിട്ടാണ് ഇനി 2 പേരെ കൊല്ലുന്നുണ്ട്. അപ്പോൾ അവരുടെ സ്ഥലത്ത് നമ്മുടെ സ്ഥലത്ത് ഇപ്പോൾ അവർ നിൽക്കുന്ന പോലെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് സ്കോപ്പ് ചെയ്യാൻ മാത്രമുള്ള ഗ്രോസ് ഇപ്പോൾ നമ്മുടെ ഉണ്ട്. അതല്ലാണ്ട് വേറെ ഒന്നുമില്ല. അവിടെ പോയിട്ട് തന്നെ കൊന്നാലോ എന്നാണ് എൻ്റെ ഒരു ലക്ഷ്യം. ഒരുത്തനവന്മാരടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊന്നും നോക്കാല്ല, ഡയറക്റ്റ് പോവാടിക്കുക. അല്ലെങ്കിൽ പണിയാണ്. കാരണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കില്ലും കിട്ടില്ല. ചിലപ്പോൾ അവസാനം നമ്മൾ രണ്ടാമോ അവസാന കളിയാണ്. ഇതിൽ ജയിച്ചതിനും ശരിയാവില്ല. കേട്ടോ മോനെ കില്ല് ചെയ്ത് ഗൈസ്. അങ്ങനെ നമ്മൾ പോയി അടിച്ചിരിക്കുന്നു. സോ ഹാപ്പി. എടാ മോനെ അവൻ്റെ ഡാൻസ് നോക്കി ഇതൊരു സന്തോഷമായി. കാരണം ടൈറ്റ് മത്സരം, ഇങ്ങനത്തെ കളി വേണം കളിക്കാൻ. എന്നാലും ടോപ്പ് സ്കോർ ഓഫ് കോഴ്സ് നമ്മൾ തന്നെയാണ്. എന്തായാലും ഇറ്റ്സ് പ്രിറ്റി ഗുഡ് റൈറ്റ്. അപ്പോൾ എന്തായാലും ഈ കളി കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. എന്തായാലും അടുത്ത കളി കാണുന്നവരെ ബൈ ദ ബൈ. കീപ് സപ്പോർട്ടിങ് ഗൈസ് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ.